നമസ്കാരം. ഇന്നത്തെ ക്ലാസ് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് TDT അല്ലെങ്കിൽ തെർമൽ ഡെത്ത് ടൈം. നമ്മൾ സ്റ്റെറിലൈസേഷൻ, ക്യാൻഡ് ഫുഡ്സ് ഇതൊക്കെ പഠിക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് തെർമൽ ഡെത്ത് ടൈം. മൈക്രോബയോളജിക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ടോപ്പിക്കായിരിക്കും. പക്ഷേ ഈ ഒരു എക്സാം സാധാരണ കുട്ടികളും എഴുതുന്നതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. തെർമൽ ഡെത്ത് ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഫുഡ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ നമ്മളൊരു അച്ചാറിട്ടു, അത് പൂത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അത് സ്റ്റെറിലൈസ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പൂത്തു പോവാൻ കാരണമാവുന്ന ഓർഗാനിസംസ് ഉണ്ടല്ലോ, അതിനെ നശിപ്പിക്കണം. ആ നശിപ്പിക്കാനുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെയാണ് തെർമൽ ഡെത്ത് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എല്ലാത്തിനും നശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പൂപ്പലോ അല്ലെങ്കിൽ ഡാമേജോ ഒന്നും ഉണ്ടാവില്ല. ക്ലാസ് മുഴുവൻ കേൾക്കണം. ലാസ്റ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ ചാൻസ് ഉള്ള സർവ്വ ക്വസ്റ്റ്യൻസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. തെർമൽ ഡെത്ത് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹൗ ലോങ് ഇറ്റ് ടേക്സ് ടു കിൽ എ സ്പെസിഫിക് ബാക്ടീരിയം അറ്റ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഒരു പ്രത്യേക ബാക്ടീരിയയെ കൊല്ലാൻ എത്ര സമയമെടുക്കുന്നോ അതിനെയാണ് തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നത്. ഇപ്പം ബോട്ടിലിനത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം, എത്ര മണിക്കൂർ, എത്ര മിനിറ്റ് എടുക്കുന്നു, ഇതൊക്കെ തെർമൽ ഡെത്ത് ടൈം എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ഒറിജിനലി ഡെവലപ്ഡ് ഫോർ ഫുഡ് ക്യാനിങ്. നമ്മൾ പറഞ്ഞില്ലേ ഫുഡ് ക്യാനിങ്. ഇപ്പം നമ്മൾ ട്യൂണ, ഫിഷൊക്കെ എങ്ങനെയാണ് ക്യാൻ ചെയ്തല്ലേ വരുന്നത്, ടിന്നിലടച്ച ഫുഡുകൾ. അതിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആപ്ലിക്കേഷൻസ് വരുന്നത് കോസ്മെറ്റിക്സിൽ വരുന്നുണ്ട്, പിന്നെ സാൽമണല്ല ഫ്രീ ഫുഡ് അതിലൊക്കെ, അതായത് പോൾട്രി ഫീഡിലൊക്കെ വരുന്നുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ ഫീഡിലെല്ലാം തെർമൽ ഡെത്ത് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ TDT അല്ലെങ്കിൽ തെർമൽ ഡെത്ത് ടൈമിൻ്റെ ഒരു ഡെഫിനിഷൻ ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് മിനിറ്റ്സ് ഓഫ് ഹീറ്റിംഗ് റിക്വയർഡ് ടു ഡിസ്ട്രോയ് എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഓർഗാനിസംസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഈ ഡെഫിനിഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇസഡ് വാല്യൂ, എഫ് വാല്യൂ ഒക്കെ പഠിക്കുന്നുണ്ട്. സോ നമുക്ക് ഓപ്ഷൻസിൽ ഇതെല്ലാം തരും. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് മിനിറ്റ്സ് ആണ്, എത്ര സമയം, എത്ര മിനിറ്റ് ഹീറ്റ് ചെയ്യുന്നു, എന്തിനു വേണ്ടിയിട്ട്? ടു ഡിസ്ട്രോയ് എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഓർഗാനിസംസ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഒരു പ്രത്യേക സമയം, ചിലപ്പോൾ 2, 3, 4 മിനിറ്റ് ആയിരിക്കും. ഇപ്പം 4 മിനിറ്റിനുള്ളിൽ എത്ര ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എത്ര ഓർഗാനിസംസ് കില്ല് ചെയ്യപ്പെടുന്നു, ഇതിനെയാണ് നമ്മൾ TDT എന്ന് പറയുന്നത്. അടുത്തത് TDT കർവ് അല്ലെങ്കിൽ തെർമൽ ഡെത്ത് ടൈം കർവാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ടേമും കൂടെ പഠിച്ചു വെച്ചിരിക്കണം. അതായത് നമ്മൾ ഈ ഒരു TDT വാല്യൂസ് ഒരു സെമി ലോഗ് പേപ്പർ, അതായത് നമ്മുടെ ഗ്രാഫ് പേപ്പറിൽ എൻ്റർ ചെയ്യുവാണെങ്കിൽ താഴെ നമ്മളതിൻ്റെ ടെമ്പറേച്ചർ കൊടുക്കുന്നു. ഇപ്പോൾ അതിനകത്ത് കണ്ടില്ലേ 91.1, 101.1 എന്നൊക്കെ കൊടുത്തിട്ട് അതെല്ലാം എന്താണ്? ടെമ്പറേച്ചറാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് നമ്മളിത് വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുകയാണെങ്കിൽ നമ്മളതിനെ തെർമൽ ഡിസ്ട്രക്ഷൻ കർവ് ഓർ തെർമൽ ഡെത്ത് ടൈം കർവ് എന്ന് പറയുന്നു. ഈ ടേം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ആ ഗ്രാഫ് ഒന്ന് ഫുള്ളൊന്ന് മനസ്സിലാക്കി നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ തെർമൽ ഡെത്ത് ടൈം കർവ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സമയം തന്നിട്ടുണ്ട്, ആ സമയത്തിനുള്ളിൽ എത്ര സ്പോർട്സ്, അതായത് ബാക്ടീരിയയുടെ എത്ര സ്പോർട്സിനെ നശിപ്പിക്കാൻ കഴിയും ഏത് ഒരു സ്പെസിഫൈഡ് ടെമ്പറേച്ചറിൽ, ഇതിനെയാണ് തെർമൽ ഡെത്ത് ടൈം കർവ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്സിനെയാണ് നമ്മൾ തെർമൽ ഡെത്ത് ടൈം കർവ് എന്ന് പറയുന്നത്. അടുത്ത ടേം കൂടി പഠിച്ചു വെക്കണം, എൻഡ് പോയിൻ്റ് കർവ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ തെർമൽ ഡെത്ത് ടൈം കർവ്, ദ TDT കർവ് കൺസ്ട്രക്റ്റഡ് ഇൻ ദിസ് മാനർ ഈസ് കോൾഡ് എൻഡ് പോയിൻ്റ് കർവ്. ദിസ് കർവ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് തെർമൽ ഡെത്ത് ടൈം ഫോർ എ ഫിക്സഡ് നമ്പർ ഓഫ് ഓർഗാനിസംസ് അറ്റ് ആൻ നോൺ ടെമ്പറേച്ചർ. ഒന്നുമില്ല, ഈ TDT കർവ് നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുമല്ലോ, അപ്പോൾ ആ ഒരു മാനറിനെയാണ് നമ്മൾ എൻഡ് പോയിൻ്റ് കർവ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ഫിക്സഡ് ടെമ്പറേച്ചറിൽ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഓർഗാനിസംസിനെ, അതായത് ഒരു ഗ്യാങ് ഓഫ് ഓർഗാനിസത്തിൻ്റെ തെർമൽ ഡെത്ത് ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പിക്കിൾ, അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ക്യാൻ ഒന്ന് ഹീറ്റ് ചെയ്യണമെങ്കിൽ അത് എത്ര ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പം എത്ര ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് നശിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ്, ദ തെർമൽ ഡെത്ത് ടൈം ഓഫ് മൈക്രോ ഓർഗാനിസംസ് ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ ദി തെർമൽ ടോളറൻസ് ഓഫ് ദി മൈക്രോബ്സ്. അതായത് ഈ ഒരു അണുക്കളുടെ അല്ലെങ്കിൽ ബാക്ടീരിയ അല്ലെങ്കിൽ മോൾഡ് ഇതിൻ്റെയൊക്കെ
തെർമൽ ടോളറൻസ്, ചിലപ്പോൾ അവർക്ക് നല്ല കപ്പാസിറ്റി ആയിരിക്കും, എത്ര ചൂടാക്കിയാലും അവർ നശിക്കത്തില്ല, ചിലർ പെട്ടെന്ന് നശിച്ചു പോകും. അതിനെ ബേസ് ചെയ്തിരിക്കും തെർമൽ ഡെത്ത് ടൈമിൻ്റെ ആക്ഷൻ. ഫോർ എക്സാമ്പിൾ, തെർമോഫിലിക് ബാക്ടീരിയ സച്ച് ആസ് തെർമോഫിലസ് അക്വാറ്റിക്കസ് ദാറ്റ് ക്യാൻ ടോളറേറ്റ് ഹൈ ടെമ്പറേച്ചർ. അതായത് ഇങ്ങനത്തെ ബാക്ടീരിയ, അതായത് തെർമോഫിലിക് ബാക്ടീരിയാസിനൊക്കെ എന്താണ് കുറച്ചും കൂടെ ഹൈ ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈക്കോളയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഹീറ്റ് സെൻസിറ്റീവാണ്, പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതാണ്. പക്ഷേ തെർമോഫിലസ് ഒക്കെ അത്ര പെട്ടെന്ന് നശിച്ചു പോകത്തില്ല. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഡി വാല്യൂ. ഡി വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസിമൽ റിഡക്ഷൻ ടൈം. ഇങ്ങനത്തെ ഫുൾ ഫോമും പഠിച്ചു വെച്ചിരിക്കണം. ഡെസിമൽ റിഡക്ഷൻ ടൈം എന്ന് മാത്രം ഡെഫിനിഷൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഡി വാല്യൂ എന്ന് ചിലപ്പോൾ അറിയാത്തവർക്ക്, സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. സോ ഡെസിമൽ റിഡക്ഷൻ ടൈമാണ് ഡി വാല്യൂ എന്ന് മനസ്സിലാക്കുക. ഡി വാല്യൂവിൻ്റെ ഇമ്പോർട്ടൻസ്, ഒരു ഓർഗാനിസത്തിൻ്റെ ഹീറ്റ് റെസിസ്റ്റൻസിനെ മെഷർ ചെയ്യുന്ന വാല്യൂ ആണ് ഡി വാല്യൂ. ഇപ്പോൾ ഒരു ബോട്ടിലിനത്തിന് എത്രത്തോളം ഹീറ്റ് റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് അറിയുന്ന വാല്യൂ ആണ് ഡി വാല്യൂ. അതായത് ഇതൊരു ടൈമാണ്. ഇറ്റ് ഈസ് എ ടൈം ഇൻ മിനിറ്റ്സിലാണ് സാധാരണ മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 2 മിനിറ്റിൽ നമ്മൾക്കൊരു ടാർഗറ്റ് മൈക്രോ ഓർഗാനിസംസ് കാണും. അതായത് ഇപ്പം ബോട്ടിലിന് അല്ലെങ്കിൽ സാൽമണല്ലാന്നിരിക്കട്ടെ, സാൽമണലിലെ എത്ര എണ്ണത്തിനെ ആ ഒരു മിനിറ്റിൽ എത്ര 90% കൊന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിനെ നമുക്ക് എന്താണ് ഡി വാല്യൂ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എ ഡി വാല്യൂ അറ്റ് 72 degrees Celsius of 1 minute means that for each minute of processing at 72 degrees Celsius, the bacteria population of the target microorganisms will be reduced by 90%. അതായത് 72 ഡിഗ്രി സെൽഷ്യസിൽ ഓരോ മിനിറ്റിലും നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ 90% മൈക്രോ ഓർഗാനിസംസ് റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഏതെങ്കിലും ഒരു കാറ്റഗറി ആയിരിക്കും കേട്ടോ. ഇപ്പോൾ സാൽമണല്ല അല്ലെങ്കിൽ സ്റ്റഫിലോക്കോക്കസ് അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ അത് ഓരോ മിനിറ്റിലും ഇത്രയും 90% കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ഡി വാല്യൂ എന്നാണ് പറയുന്നത്. അടുത്തത് ഇസഡ് വാല്യൂ ആണ്. ഇസഡ് വാല്യൂ റിഫ്ലെക്ട്സ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദി റിയാക്ഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ടെമ്പറേച്ചർ ചേഞ്ച് റിക്വയർഡ് ടു ചേഞ്ച് ദ ഡി വാല്യൂ ബൈ എ ഫാക്ടർ ഓഫ് 10. അതായത് ഇസഡ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എപ്പോഴും ടെമ്പറേച്ചറാണ്. നമ്മളിപ്പം ഡി വാല്യൂ എന്ന് പറയുമ്പോൾ അത് സമയമല്ലേ ഉദ്ദേശിച്ചത്. ഇസഡ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ടെമ്പറേച്ചറാണ്. അതായത് ഡി വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ എല്ലാ ഓർഗാനിസത്തിനും ഒരേ ഡി വാല്യൂ അല്ലേ, സമയവും ടെമ്പറേച്ചറും മാറ്റി കൊടുക്കണം. സോ ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ ഇസഡ് വാല്യൂ എന്ന് പറയുന്നത്. A slope of TDT curve is defined as Z, which is equal to the number of degrees on the temperature scale when the curve ട്രാൻസ്വേഴ്സ് 1 log cycle. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ TDT കർവ് വരയ്ക്കുമ്പം ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ ടെമ്പറേച്ചറിനെ മെൻഷൻ ചെയ്യുന്ന എല്ലാം എന്താണ് ഇസഡ് വാല്യൂ ആണ്, ടൈം എല്ലാം എന്താണ് ഡി വാല്യൂ ആണ്. The value of Z for Clostridium botulinum is 10 degrees Celsius. ഒരു ബോട്ടിലിനം നശിക്കാൻ വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ 10 degrees Celsius ആണ്. അത് നമ്മൾ ഇസഡ് വാല്യൂ എന്ന് പറയുന്നു. അങ്ങനെ ഓരോന്നിനും ഓരോ ഇസഡ് വാല്യൂസ് ഉണ്ട്. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് നല്ല ബോറടിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലേ. സോ നമുക്ക് ബോറടിക്കരുത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 10 മിനിറ്റ് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് 1 മാർക്ക് നഷ്ടപ്പെടില്ല. ഉറപ്പായിട്ടും 1 മാർക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. അടുത്തത് എഫ് വാല്യൂ ആണ്, സ്റ്റെറിലൈസിങ് വാല്യൂ. Time in minutes required to kill an organism in a specific medium at 121.1 degrees Celsius. സ്റ്റെറിലൈസിങ് വാല്യൂ എന്ന് പറയുന്നത് ഇത്ര സമയം, അതായത് ഇത്ര മിനിറ്റിനുള്ളിൽ ഒരു ഓർഗാനിസത്തിനെ സ്പെസിഫിക് മീഡിയത്തിൽ വെച്ചിട്ട് കൊല്ലാനുള്ള വാല്യൂ ആണ്. ഇസഡ് വാല്യൂ ഇപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ പറഞ്ഞില്ലേ. കൊളസ്ട്രിഡിയം ബോട്ടിലിനത്തിന് ഇസഡ് വാല്യൂ എത്രയാണ്? 10 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എഫ് എങ്ങനെ ഡിനോട്ട് ചെയ്യും? എഫ് വാല്യൂ എങ്ങനെ ഡിനോട്ട് ചെയ്യും? F0 എന്ന് ഡിനോട്ട് ചെയ്യും. മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ദ യൂണിറ്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് FO ആണ്. യൂണിറ്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഈസ് FO അല്ല F0. F0 ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇൻ്റഗ്രേറ്റഡ് ഹീറ്റിംഗ് എഫക്ട്സ് റിസീവ്ഡ് ബൈ ഓൾ പോയിൻറ്റ്സ് ഇൻസൈഡ് ദി ക്യാൻ. ഇൻ്റഗ്രേറ്റഡ് ഹീറ്റിംഗ് എഫക്റ്റ് റിസീവ്ഡ് ബൈ ഓൾ പോയിൻറ്റ്സ് ഇൻസൈഡ് ദി ക്യാൻ. ഒരു ആവറേജ് സ്റ്റെറിലൈസേഷൻ യൂണിറ്റാണ് F0 എന്ന് പറയുന്നത്. അടുത്ത കൺസെപ്റ്റാണ് 12D കൺസെപ്റ്റ്, മെത്തേഡ് ഓഫ് എക്സ്പ്രസിങ് പ്രോസസ് ലെതലിറ്റി റിക്വയർമെൻറ്റ്. ഒരു ഓർഗാനിസം കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് 12D കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. മോസ്റ്റ് ഫ്രീക്വൻലി ബാക്ടീരിയ ഫൗണ്ട് ഇൻ ലോ ആസിഡ് ആസ് വെൽ ആസ് മീഡിയം ആസിഡ് ഫുഡ്സ് ഈസ് കൊളസ്ട്രിഡിയം ബോട്ടിലിനം, which is having ability to produce a deadly leather toxin in the food.
സാധാരണയായിട്ട് ലോ ആസിഡ് മീഡിയം അസിഡിക് ആയിട്ടുള്ള ഫുഡിലൊക്കെ കാണുന്ന ഏതാണ്? കൊളസ്ട്രീഡിയം ബോട്ടുലിനമാണ്. അപ്പോൾ ബോട്ടുലിസം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഡെത്താണ് മനുഷ്യർക്ക് സംഭവിക്കുന്നത്. Therefore, the modern canning practices demands a reduction in the Clostridium botulinum spores by a factor 10^12 in such food. അതുകൊണ്ട് മാക്സിമം ബോട്ടിലിനത്തെ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് കാനിങ് ഫുഡിൽ കോമൺ ആയിട്ട് കാണുന്ന ഫുഡ് സ്പോയിലേജ് ആണ് ബോട്ടിലിനം. അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് എല്ലാം ചെയ്യാറുണ്ട്. This means that probability of survivor spores must be reduced to 1 can in a billion. അതായത് ഒരു ക്യാൻ എടുക്കുമ്പോൾ അതിൽ മാക്സിമം സ്പോർട്സിനെ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ 10^12 സ്പോർട്സിനെ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ 12D കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് 1 ക്യാൻ ഇൻ എ ബില്യൺ, അതായത് 10^12 അത്രയും മൈക്രോബ്സിനെ അല്ലെങ്കിൽ ബോട്ടിലത്തിൻ്റെ സ്പോർട്സിനെ നശിപ്പിക്കുന്ന കൺസെപ്റ്റാണ് 12D കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ ടൈം നീഡഡ് ടു റെഡ്യൂസ് ദി എമൗണ്ട് ഓഫ് ബാക്ടീരിയ ബൈ 1012 ബാക്ടീരിയ പെർ ഗ്രാം ഓർ മില്ലിലിറ്റർ. ഒരു ഗ്രാമിലോ അല്ലെങ്കിൽ മില്ലിലിറ്ററിലോ എടുക്കുമ്പോൾ അത്രയും 1012 ബാക്ടീരിയസിനെയും റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റാണ് 12D റിഡക്ഷൻ. ഇത് ലാസ്റ്റ് സ്ലൈഡാണ്. TDP തെർമൽ ഡെത്ത് പോയിൻറ്റും തെർമൽ ഡെത്ത് ടൈമും തമ്മിലുള്ള വ്യത്യാസമാണ്. തെർമൽ ഡെത്ത് പോയിൻ്റ് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദി ലോവസ്റ്റ് ടെമ്പറേച്ചർ ദാറ്റ് ക്യാൻ കിൽ ഓൾ മൈക്രോബ്സ് ഫ്രം എ 10-minute എക്സ്പോഷർ. ആ ഒരു സ്പെസിഫിക് പോയിന്റിൽ വെച്ചിട്ട് എല്ലാ ഓർഗാനിസത്തിനെയും കില്ല് ചെയ്യാൻ പറ്റും. TDT എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദി ലെങ്ത് ഓഫ് ടൈം. മറ്റടുത്ത് ലോവസ്റ്റ് ടെമ്പറേച്ചർ ആയിരുന്നു, ഇവിടെ എത്ര സമയം, ലെങ്ത് ഓഫ് ദി ടൈം ദാറ്റ് ടേക്സ് ടു കിൽ ഓൾ മൈക്രോബ്സ് ഇൻ എ സാമ്പിൾ അറ്റ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ. TDPയിലാണെങ്കിൽ പോയിന്റിലാണെങ്കിൽ നമ്മൾ 10 minutes എന്ന് പറയുന്നുണ്ടായിരുന്നു. TDTയിൽ അങ്ങനെ ടൈം പറയുന്നില്ല, സ്പെസിഫിക് ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ TDPയിൽ അതായത് തെർമൽ ഡെത്ത് പോയിന്റിൽ ടെമ്പറേച്ചറാണ് നോക്കുന്നത്, TDTയിലാണെങ്കിൽ ടൈമാണ് നോക്കുന്നത്. TDPയിൽ ലോവസ്റ്റ് ടെമ്പറേച്ചർ നോക്കുന്നുണ്ടെങ്കിൽ TDTയിൽ സ്പെസിഫിക് ടെമ്പറേച്ചർ മാത്രമേ പറയുന്നുള്ളൂ. TDPയിൽ 10 minutes ആണ്, TDTയിൽ ലെങ്ത് ഓഫ് ടൈമാണ് പറയുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. തെർമൽ ഡെത്ത് പോയിൻറ്റും തെർമൽ ഡെത്ത് ടൈമും തമ്മിലുള്ള ഡിഫറൻസാണ് ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടെക്സ്റ്റ് ആമസോണിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി ഓഫീസർ ബുക്ക് ബൈ സൗമ്യാജ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ആ ബുക്കിൽ ഇങ്ങനത്തെ നോട്ട്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കിടപ്പുണ്ട്. മൈക്രോബയോളജി ഫുൾ നോട്ട്സ് അതിലുള്ളതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഡിസ്ക്രൈബ്സ് ദി ലെവൽ ഓഫ് മൈക്രോബിയൽ ഡിസ്ട്രക്ഷൻ ഒബ്റ്റൈൻഡ് ബൈ തെർമൽ ട്രീറ്റ്മെൻറ്റ്? F0 വാല്യൂ, തെർമൽ ഡെത്ത് ടൈം, D വാല്യൂ, Z വാല്യൂ. ശരിയായ ഉത്തരം F0 വാല്യൂ. F0 വാല്യൂ എന്താണ്? ദി ലെവൽ ഓഫ് മൈക്രോബിയൽ ഡിസ്ട്രക്ട് ദാറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ തെർമൽ ട്രീറ്റ്മെൻറ്റ് ഈസ് നോൺ ആസ് സ്റ്റെറിലൈസിങ് വാല്യൂ. F0 വാല്യൂവിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റെറിലൈസിങ് വാല്യൂ. ഏത് ടെമ്പറേച്ചറിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 121.1 ഡിഗ്രി സെൽഷ്യസിലാണ്, മിനിറ്റിലാണ്. അതായത് യൂണിറ്റ് ഓഫ് ടൈമിനകത്ത് വരുന്നത് മിനിറ്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് റിലേസ് ദി റെസിസ്റ്റൻസ് ഓഫ് ആൻ ഓർഗാനിസം ടു ഡിഫറിങ് ടെമ്പറേച്ചർ? F0 വാല്യൂ, തെർമൽ ഡെത്ത് ടൈം, D വാല്യൂ, Z വാല്യൂ. ടെമ്പറേച്ചർ ടു ഡിഫറിങ് ടെമ്പറേച്ചർ. ശരിയായ ഉത്തരം Z വാല്യൂ ആണ്. Z വാല്യൂ ഈസ് ഡിഫൈൻഡ് ആസ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി അറ്റ് വിച്ച് 10-fold റിഡക്ഷൻ ഇൻ ദി D വാല്യൂ ഈസ് അറ്റൈൻഡ്. നമ്മൾ പറഞ്ഞില്ലേ, ടെമ്പറേച്ചർ എപ്പോഴും Z വാല്യൂയിലാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ഡിഫൈൻഡ് ആസ് ടൈം ടേക്കൺ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ടു എലിമിനേറ്റ് അറ്റ്ലീസ്റ്റ് 90% ഓഫ് എക്സ്പോസ്ഡ് മൈക്രോ ഓർഗാനിസംസ്. ഓപ്ഷൻസ് F0 വാല്യൂ, തെർമൽ ഡെത്ത് ടൈം, D വാല്യൂ, Z വാല്യൂ. ടൈമാണ് ചോദിച്ചിട്ടുള്ളത് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചറിൽ. ശരിയായ ഉത്തരം
ഡി വാല്യൂ ആണ് അല്ലേ, നമ്മൾ ടൈം ഡി വാല്യൂയും ടെമ്പറേച്ചർ ഇസഡ് വാല്യൂ ആണ് പറഞ്ഞത്. അപ്പോൾ ഡി വാല്യൂവിൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടി താഴെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പായിട്ട് ഇങ്ങനെ തന്നെ വരത്തുള്ളൂ. ആ സമയത്ത് ഡി വാല്യൂ ഇസഡ് വാല്യൂ തെർമൽ ഡെത്ത് ടൈം ഒന്നും മാറിപ്പോവരുത്. അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തെർമൽ ഡെത്ത് ടൈമാണ് പഠിച്ചത്. ഇതുപോലുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോട്ട്സായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.